ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈനസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയും ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഈ സ്നാക്ക് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അതുപോലെ സ്റ്റീം ചെയ്തെടുക്കുക ഒന്നും ചെയ്യണില്ല. നമുക്ക് വളരെ കുറച്ച് മാത്രം ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴം വെച്ചിട്ടാണ്. നല്ലപോലെ പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ചെറിയ നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ 3 4 എടുക്കാവുന്നതാണ്. എന്നിട്ട് അത് തൊലി കളഞ്ഞിട്ട് ചെറുതാക്കി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്നാക്കിൽ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുന്നതാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പഴത്തിൻ്റെ അളവിനനുസരിച്ച് 2 3 കോഴിമുട്ട എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 കോഴിമുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരു 1/2 ഗ്ലാസോളം പാലാണ്. 2 കോഴിമുട്ടയിലേക്കാണ് ഞാൻ 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. പാലില്ലാന്നുണ്ടെങ്കിൽ വെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് പാൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇതിലേക്ക് 2 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദ യൂസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. പഴം ഒത്തിരി മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാവുന്നതാണ്. പിന്നെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നല്ല പോലെ തന്നെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മിക്സിയിലിട്ട് നല്ല പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ നമുക്ക് കുറച്ച് ലൂസിലാണ് വേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ പാലൊക്കെ ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി നമുക്ക് വറുത്ത് കോരണം. കാഷ്നട്ടും മുന്തിരിയൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്, കാരണം ഇത് നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഓയിലേക്ക് ഇട്ട ശേഷം നല്ല പോലെ തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഈ സ്നാക്ക് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാഷ്നട്ടും മുന്തിരിയൊക്കെ വറുത്ത് കോരി എടുത്തതിന് ശേഷം അതേ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. പഴം വാട്ടിയെടുക്കാതെ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാം. പക്ഷെ വാട്ടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഒത്തിരി മധുരം ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 2 3 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ബാറ്ററിൽ പഞ്ചസാര ആഡ് ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ ഇതിൽ പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. പഴമൊക്കെ നല്ലപോലെ വാടി കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ പഴമൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തണുത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്നാക്ക് നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും കഴിയും. അതുപോലെ തന്നെ കൂടുതൽ സമയമോ കൂടുതൽ സാധനങ്ങളുടെ ഒന്നിൻ്റെ ആവശ്യമില്ല. പഴം ഇതിലിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ പഴവും ബാറ്ററൊക്കെ നല്ല പോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയൊരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഫ്രൈ പാനിൽ ചെറുതായി ഒന്ന് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ബാറ്ററൊക്കെ അതിലേക്ക് ഒഴിച്ച ശേഷം നമുക്ക് ബാറ്റർ ഒന്ന് ലെവലാക്കി എടുക്കാം. കാരണം പഴമൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. നമ്മൾ ഒഴിക്കുമ്പോൾ അതൊരു സൈഡിൽ മാത്രമായിട്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയായി വരുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. ജസ്റ്റ് ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് നേരത്തെ വാട്ടിയ പഴം ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു. ആ പഴം അതുപോലെ തന്നെ കാഷ്നട്ടും മുന്തിരിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇങ്ങനെയൊന്നും ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റിന് ഒട്ടും കുറവുണ്ടാവില്ല. കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. ഇപ്പോൾ ഇതാ ഞാൻ കാഷ്നട്ടും ഇതൊക്കെ മുഴുവനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏതാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ കാഷ്നട്ടാണ് എടുത്തിട്ടുള്ളത്. അതും ഓപ്ഷനിലാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ അടപ്പ് വെച്ച് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഹോള് നമ്മൾ ചെറുതായിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സ്നാക്ക് റെഡിയായി വരും. ഇപ്പോൾ ഇതാ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് വേറൊരു പാൻ വെച്ച് അതിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.